പുൽച്ചാടിയും തവളയും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം തവള പുൽച്ചാടിയോട് പറഞ്ഞു, എന്റെ ഭാര്യ ഒരു വലിയ വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്ക് ഇന്ന് എന്റെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. പുൽച്ചാടി അത് സമ്മതിച്ച് തവളയുടെ വീട്ടിലേക്ക് പോയി. അവർ ഭക്ഷണത്തിനിരുന്നു. പുൽച്ചാടി ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കാലുകളിൽ നിന്ന് ക്രിക് ക്രിക് എന്ന ശബ്ദമുണ്ടായി. പുൽച്ചാടി, നിനക്ക് ഈ ശബ്ദമുണ്ടാക്കാതെ ഭക്ഷണം കഴിക്കാനാകില്ലേ? തവള ചോദിച്ചു. എന്റെ കാലുകൾക്ക് ശബ്ദമില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ല, പുൽച്ചാടി ദുഃഖത്തോടെ പറഞ്ഞു. പിന്നെ ഒന്നും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുൽച്ചാടി തവളയെ കണ്ടു പറഞ്ഞു, തവളെ, എന്റെ അമ്മ നമ്മൾക്കായി ഒരു നല്ല വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. തവള പുൽച്ചാടിയുടെ വീട്ടിലെത്തിയപ്പോൾ പുൽച്ചാടി പറഞ്ഞു, തവളെ, ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുൻപ് നിന്റെ കാലുകൾ കഴുകിക്കോ. അതുകൊണ്ട് തവള തന്റെ കാലുകൾ കഴുകി ഭക്ഷണമേശയിലേക്ക് ചാടിയെത്തി. അതിനോടകം പുൽച്ചാടി ഭക്ഷണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പുൽച്ചാടി പറഞ്ഞു, നോക്കൂ തവളെ, നീ ചാടി മേശയിലേക്ക് വന്നപ്പോൾ നിന്റെ കാലുകൾ വീണ്ടും മലിനമായി. പോയി വീണ്ടും കഴുകി വരൂ. എത്ര പ്രാവശ്യം ഞാൻ എന്റെ കാലുകൾ കഴുകണം? ഞാൻ ചാടുമ്പോൾ വീണ്ടും മലിനമാകും. നീ അറിയാമല്ലോ, ഞാൻ എന്റെ കാലുകൾ ഉപയോഗിക്കാതെ നീങ്ങാൻ കഴിയില്ല, തവള കോപത്തോടെ പറഞ്ഞു. അതുപോലെ തന്നെയാണ്, എനിക്ക് ശബ്ദമുണ്ടാക്കാതെ ഭക്ഷണം കഴിക്കാനാവില്ല, പുൽച്ചാടി പറഞ്ഞു. അന്നു മുതൽ പുൽച്ചാടിയും തവളയും തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നിർത്തി.